അപ്പോഴേ MG അങ്കിളിനെയും ശരത് അങ്കിളിനെയും ഒക്കെ അവിടെ കണ്ടില്ലേ, അതിൽ ഏറ്റവും കൂടുതൽ ആരെയായിരുന്നു കൂടുതൽ ഇഷ്ടം? MG അങ്കിളിനെയാണ്. എന്താ എപ്പോഴും കളി പറയുമല്ലേ, കുസൃതി പറയുമല്ലേ? ഇതാരാ പാട്ടൊക്കെ പഠിപ്പിച്ചു തരുന്നേ? കർണാട്ടിക് മ്യൂസിക് ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കുന്നു. വീട്ടിൽ വരുമോ പഠിപ്പിക്കാൻ? വീട്ടിൽ വരും. ഓർക്കസ്ട്രേഷനൊക്കെ ഈ തെറ്റിച്ച് പാടുമ്പോഴുണ്ടല്ലോ, അപ്പോൾ മേധാ മെഹർ അവിടെ നിന്നിട്ട് അവരൊക്കെ വഴക്ക് പറയുന്നത് കേട്ടു. ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല, വഴക്ക് പറഞ്ഞില്ല. ശരിക്കും എൻ്റെ പാട്ടായിരുന്നു തെറ്റ്. പക്ഷേ അപ്പം ഞാൻ ആകെ ടെൻഷനായിപ്പോയി എൻ്റെ പാട്ട് തെറ്റിയിട്ട്. അപ്പം ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കുറ്റിയ ബോക്സിനകത്ത് അവരെ പിടിച്ചിട്ട് ശരിക്കും എന്റെ പാട്ടായിരുന്നു തെറ്റ്, പക്ഷെ അവരെ മനഃപൂർവ്വം കുറ്റപ്പെടുത്തിയതാണ്. അത് പിന്നീട് തെറ്റായി തോന്നിയില്ലേ? അപ്പൊ അവരോട് പോയിട്ട് ഭയങ്കര സ്നേഹത്തിൽ എന്താ? ഞാൻ ഒരു ദിവസം ആ കാര്യം പറഞ്ഞിരുന്നു, പക്ഷെ അവര് കട്ട് ചെയ്ത് കഴിഞ്ഞു. അത് അതെ, പിന്നെ വൈറലായിരുന്നു. വൈറലായിരുന്നു. പക്ഷെ അവര് വൈറലാക്കാതെ ഇരിക്കാതെ വൈറല് ആവില്ലായിരുന്നു. കാര്യം പറഞ്ഞാൽ ആ വൈറലൊക്കെ അങ്ങ് മാറും, ട്രോളൊന്നും അവര് ചെയ്യില്ല. പിന്നെ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അവരെ അങ്ങനെ ചെയ്തത്. മേധയുടെ ഒരുപാട് ട്രോൾസ് വന്നു, ഭയങ്കര രസമാണ് കാണാൻ. എല്ലാത്തിലും ഭയങ്കര തഗ്ഗാണ്. എന്താ തഗ് നിർത്തി? അതല്ലേ രസം. ഷൂട്ട് തുടങ്ങുന്ന മുമ്പ് എനിക്കും കിട്ടി 2 തഗ്. അതൊക്കെ കിട്ടി. വിശക്കണേന്നൊരു സാധനം ഉണ്ട്. ചോക്ലേറ്റ് നമ്മൾ കഴിച്ച വിശപ്പ് മാറും, പക്ഷെ അതിനു മുമ്പ് ഞാനൊരു സാധനം തരും. ഇതെന്താണെന്ന് അറിയാവോ? ഇല്ല. ഇത് പസിൽസ്. ഇത് വെച്ച് കളി അറിയാവോ? കളി അറിയില്ല. നമ്മളിത് അങ്ങനെയാണെങ്കിൽ കളി അറിഞ്ഞൂടെങ്കിൽ ഞാനിത് തുറന്നിട്ട് ഷൂട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് ഞാനും മേധയും കൂടെ കളിക്കും. ഞാൻ കുറെ പറഞ്ഞു തരും, അപ്പൊ മേധ അത് ചെയ്യും. ഓക്കെ, ഷൂട്ട് കഴിയുമ്പോ. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേലിക്കാലം, നക്ഷത്രത്തിരി കൊളുത്തും നിലാവിന്റെ കൈകളിൽ നിശ്ചയതാമ്പുല